പള്ളിക്കല്ലറയിൽ ദുരൂഹ വസ്തു. കണ്ണൂർ വാണിയപ്പാറ ഇൻഫന്റ് ജീസസ് ചർച്ചിലെ കല്ലറ തുറന്ന് പരിശോധിച്ചപ്പോൾ പായയിൽ പൊതിഞ്ഞ വസ്തുക്കൾ കണ്ടെത്തുകയായിരുന്നു. ഉള്ളിൽ മൃതദേഹം എന്ന് സംശയമുണ്ട്. സംഭവത്തിൽ കരിക്കാട്ടക്കരി പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ക്രിസ്ത്യൻ ആചാരപ്രകാരം ഇങ്ങനെ അടക്കം ചെയ്യാറില്ല എന്ന് പ്രദേശവാസിയായ ജിൽസ് പറയുന്നു. സമുദായത്തിൻ്റെ ഒരു സിമിത്തേരിയിലും പള്ളിയായിട്ട് ബന്ധപ്പെട്ട ഒരു സിമിത്തേരിയിലും പഴമ്പായ്ക്കകത്ത് പൊതിഞ്ഞൊരു ബോഡി അടക്കാറില്ല. അത് ഇന്ന് വരെ പണ്ടുണ്ടായിരുന്നു. തെമ്മാടിക്കുഴി എന്നൊക്കെ പറഞ്ഞൊരു സംവിധാനം ഉണ്ടായിരുന്നു. ഇപ്പോഴൊന്നും അങ്ങനൊരു സംഭവമില്ല. അത് കണ്ടപ്പോൾ ഒരു വല്ലാത്തൊരു ദുരൂഹത, അതങ്ങനെ അവിടെ വന്നു. അതിലാണ് സംശയം തോന്നിയതും ഇങ്ങനെയൊരു വാർത്തയാക്കാനുള്ള സാഹചര്യം ഉണ്ടായതും. പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നുവെന്ന് പള്ളി വികാരി ഫാദർ ജിൽബർട്ട് കൊന്നയിൽ പറഞ്ഞു. ഏത് അന്വേഷണത്തോടും സഹകരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഞങ്ങൾക്കൊരു സംശയം തോന്നി, അത് പോലീസിനെ അറിയിച്ചു. ഇനി അത് ഒരു മൃതശരീരമാണോ, ചിലപ്പോൾ അത് മൃതശരീരം പോലും ആകത്തില്ല, ചിലപ്പോൾ അതിങ്ങനെ പായയിൽ പൊതിഞ്ഞ് എന്തെങ്കിലും ആയിരിക്കും. അത് എന്താണ് എന്ന് കൃത്യമായിട്ട് ഇനി പോലീസ് അവർ പരിശോധിക്കും. അവർ കൃത്യമായിട്ട് അതിൻ്റെ അന്വേഷണങ്ങൾ അന്ന് മുതൽ തന്നെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഞാൻ വന്നതുകൊണ്ട് ഇന്ന് അതുമായിട്ട് ബന്ധപ്പെട്ട കുറേ കാര്യങ്ങളുമായിട്ട് അവർ അന്വേഷണമായിട്ട് ഇന്നിവിടെ വന്നു. ഇതിൻ്റെ അന്വേഷണം ഭംഗിയായിട്ട് പോകുന്നുണ്ട്. അതിൻ്റെ ലീഗൽ പ്രൊസീജിയർ അറ്റ് ദ സെയിം ഡേ തന്നെ ആരംഭിച്ചിട്ടുമുണ്ട്. ഇത് വേറെ ആരും പറഞ്ഞോ നാട്ടുകാർ പറഞ്ഞോ അല്ല അറിഞ്ഞത്. ഞങ്ങൾക്കാണ് ആദ്യം സംശയം തോന്നിയത്, ഞങ്ങളാണ് ആദ്യം പോലീസിനെ അറിയിച്ചത്. ഇത് പ്രകാരമാണ് മുന്നോട്ട് പോയത്. KV ബൈജു ഉണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. ബൈജു, ഈ കല്ലറ ഇങ്ങനെ തുറന്നു നോക്കേണ്ട ഒരു പശ്ചാത്തലം എന്തായിരുന്നു? അഭിലാഷേ, 6 ദിവസം മുൻപാണ് ഒരു മൃതദേഹം ഇവിടെ അടക്കാൻ വേണ്ടി 38-ാം നമ്പർ കല്ലറയാണിത് പള്ളി അനുവാദം നൽകുന്നത്. അങ്ങനെ അവർ മൃതദേഹമായി എത്തിയപ്പോൾ ഇത് തുറന്നു നോക്കുമ്പോഴാണ് അവിടെ ഒരു മൃതദേഹത്തോടൊപ്പം പ്ലാസ്റ്റിക് പായയിൽ പൊതിഞ്ഞ ഒരു വസ്തു കൂടി കാണുന്നത്. അങ്ങനെ 2 മൃതദേഹം അവിടെ ഉണ്ട് എന്ന ഒരു സംശയം വരികയും പിന്നീട് അതിന്റെ ഒരു ഫോട്ടോ വ്യാപകമായി സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുകയായിരുന്നു. ഇതോടുകൂടിയാണ് വലിയ ദുരൂഹത ഇത് സംബന്ധിച്ച് ഉയർന്നത്. ഇതിനുശേഷം പള്ളി അവകാശപ്പെടുന്നത് അവർ പോലീസിനെ വിവരം അറിയിച്ചു എന്നാണ്. ഏതായാലും പോലീസ് എത്തി പരിശോധന നടത്തി. പക്ഷേ ഈ വസ്തു, അതായത് ഇത്തരത്തിലുള്ള മൃതദേഹങ്ങൾ എടുക്കണമെങ്കിൽ അത് RDOന്റെ ഉൾപ്പെടെ അനുമതി കിട്ടേണ്ടതുണ്ട്. അങ്ങനെ RDOയുടെ അനുമതിക്കായി ഇപ്പോൾ ഈ വസ്തു എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കാൻ ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും ഇതിൽ ദുരൂഹത അകലുന്നില്ല എന്നാണ് ഏറ്റവും പ്രധാനം. കാരണം ഈ വസ്തു എന്താണെന്ന് സംബന്ധിച്ച് ഇപ്പോഴും ഒരു സ്ഥിരീകരണമില്ല. ഇത് മൃതദേഹമാണോ അതല്ല മറ്റെന്തെങ്കിലും വസ്തുവാണോ? ഏതായാലും പൊതുവെ ഈ ഇടവക അംഗങ്ങളൊക്കെ പറയുന്നത് ഇതാണ്: ഏതെങ്കിലും തരത്തിൽ ക്രിസ്തീയ ആചാരപ്രകാരം ഇത്തരത്തിൽ പ്ലാസ്റ്റിക്കിൽ പൊതിഞ്ഞ വസ്തു, അങ്ങനെ പായൽ പൊതിഞ്ഞ രീതിയിൽ ഒരു മൃതദേഹം അടക്കം ചെയ്യാറില്ല. അങ്ങനെയാണെങ്കിൽ ഈ ഒരു വസ്തു എങ്ങനെയാണ് ഈ ഒരു കല്ലറയിൽ എത്തിയതെന്നതാണ് ഏറ്റവും വലിയ ദുരൂഹത. അതോടൊപ്പം ഇതിനകത്ത് ഇനി മൃതദേഹം ഉണ്ടോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ഏതായാലും പോലീസ് വരും ദിവസങ്ങളിൽ അത്തരം നടപടികളിലേക്ക് കടക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോഴും ഇതിൽ ദുരൂഹത മാറിയിട്ടില്ല. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 38-ാം നമ്പർ കല്ലറയാണിത്. ഇൻഫാന്റ് ചർച്ചാണ്, അതായത് തലശ്ശേരി അതിരൂപതയ്ക്ക് കീഴിലുള്ള വാണിയമ്പാറ ഇൻഫാന്റ് ജീസസ് ചർച്ച് എന്ന് പറയുന്ന അവിടെയാണ് ഇത്തരത്തിലുള്ളൊരു വസ്തു കണ്ടെത്തിയത്. ഇതിപ്പോൾ ഒരാഴ്ചയായിരിക്കുന്നു ഈ ഒരു സംഭവം പുറത്തറിഞ്ഞിട്ടും വലിയ തോതിൽ ഇങ്ങനെ പ്രചരണം നടത്തിയിരുന്നു. പക്ഷേ ഇപ്പോഴും ഇതിലൊരു വ്യക്തത എന്താണ്? ഈ ഒരു പ്ലാസ്റ്റിക് പായിൽ പൊതിഞ്ഞിരിക്കുന്ന വസ്തു അത് മൃതദേഹം തന്നെയാണോ? അങ്ങനെയാണെങ്കിൽ ഇത് ആരുടെ മൃതദേഹമാണ് എന്നൊക്കെ അറിയേണ്ടതുണ്ട്. ഏതായാലും ആദ്യം പ്രാഥമികമായി ഈ പ്ലാസ്റ്റിക് പായിൽ പൊതിഞ്ഞ നിലയിൽ ശവക്കല്ലറയിൽ കണ്ട ഈ ഒരു വസ്തു ഇത് മൃതദേഹമാണോ അല്ലയോ അതാണിപ്പോൾ കണ്ടെത്തേണ്ടത്. അതിനായി ഇനിയിപ്പോൾ RDOന്റെ ഉൾപ്പെടെ അനുമതി സാന്നിധ്യം വേണം. അത്തരം നടപടികളിലേക്ക് പോലീസ് കടക്കുന്നുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ഈ പ്രദേശം ഇപ്പോൾ സീൽ ചെയ്തിട്ടുണ്ട്. പോലീസിന്റെ പരിശോധന നടത്തി, പ്രാഥമികമായ ഒരു പരിശോധന നടത്തി സീൽ ചെയ്തിട്ടുണ്ട്. അപ്പോഴും ഈ പായ തുറന്നു നോക്കാനുള്ള ഒരു ഇത്തരത്തിലുള്ള ഇത് പോലീസിന് ഇല്ല. അതുകൊണ്ട് തന്നെ RDOന്റെ സാന്നിധ്യത്തിൽ വരും ദിവസത്തിൽ ഈ ഒരു പായ ഇതിന്റെ അകത്ത് എന്താണ് വസ്തു എന്നത് സംബന്ധിച്ച് വിശദമായ ഒരു പരിശോധന നടത്തുമെന്നാണ് ഇപ്പോൾ പറയുന്നത്. ഏതായാലും നേരത്തെ പ്രതികരിച്ചതുപോലെ നാട്ടുകാരനാണ് ഇത്തരത്തിൽ ഫേസ്ബുക്കിൽ ഈ പോസ്റ്റ് ഇടുന്നത്. അതിനുശേഷം വലിയ തോതിൽ ഒരു പ്രചരണം ഉണ്ടാകുന്ന സാഹചര്യമുണ്ടായി. അതിനുശേഷം പള്ളി നേരിട്ട് പരാതി നൽകിയെന്നാണ് പറയുന്നത്. പള്ളിക്ക് തൊട്ട് താഴെ ഉള്ള ഒരു സ്ഥലത്താണ് ഈ ഒരു സെമിത്തേരി ഉള്ളത്. അവിടെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 38-ാം നമ്പർ സെമിത്തേരി ഈ ഒരു കല്ലറയിലാണ്. ഇങ്ങനെ ഇപ്പോൾ മൃതദേഹത്തിന് ഒപ്പം തന്നെ ഒരു പ്ലാസ്റ്റിക് പായിൽ പൊതിഞ്ഞ ഒരു വസ്തു കൂടി ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത്. ഏതായാലും ഇതിലെ ദുരൂഹത ഇപ്പോഴും തുടരുന്നു എന്ന് പറയേണ്ടി വരും. അഭിലാഷ്, വാർത്തയുടെ വിശദാംശങ്ങളാണ് KV ബൈജു നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.